ഗൈസ്, വെൽക്കം ടു മൈ ബ്ലോഗ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന 2025 മാരുതി സുസുക്കി ഡിസയർ ടൂറസ് CNG എന്ന് പറഞ്ഞ മോഡലിനെ കുറിച്ചാണ്. ഈ ഒരു വണ്ടി ഏറ്റവും പുതുതായിട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു മാരുതിയുടെ ഒരു 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിരിക്കുന്ന ഒരു വണ്ടിയാണ്. ഇത് ഗ്ലോബൽ റേറ്റിംഗിൽ നമുക്ക് അഡൽട്ടിന് 5 സ്റ്റാറും ചിൽഡ്രന് 4 സ്റ്റാർ റേറ്റിംഗുമാണ് വന്നിരിക്കുന്നത്. കൂടാതെ നമുക്ക് 6 എയർ ബാഗുകൾ ഈ ഒരു വേരിയന്റിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ മാരുതിയുടെ എല്ലാ മോഡലുകളിലും 6 എയർ ബാഗ് ഒക്കെ നിർബന്ധമാക്കിയിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ഒരു ഓവറോൾ ലുക്കും ഓവറോൾ റിവ്യൂ ആണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ എഞ്ചിൻ റൂമാണ് കാണേണ്ടത്. 3 സിലിണ്ടർ എഞ്ചിനാണ് ഇതിൽ നമുക്ക് വരുന്നത്. എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ Z12V എന്ന് പറയുന്ന 1.2 ലിറ്ററിന്റെ ഒരു 101 Nm ടോർക്ക് കിട്ടുന്ന 69 bhp പവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു VVT എഞ്ചിനാണ് വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇതൊരു ബൈഫ്യൂവൽ എഞ്ചിനാണ്. ഇതിൽ നമുക്ക് 3 സിലിണ്ടർ ആണ് വരുന്നത്. മുൻ വർഷങ്ങളിൽ ഇറങ്ങിയിരുന്ന സ്വിഫ്റ്റുകളിൽ നമുക്ക് കിട്ടിയിരുന്നത് 4 സിലിണ്ടർ എഞ്ചിൻ ആയിരുന്നെങ്കിൽ ഈ പ്രാവശ്യം 3 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള വയറിംഗ് ഇതൊക്കെയാണ് വരുന്നത്. പിന്നെ ബോണറ്റിന്റെ ഈ സൈഡിൽ ഒരു കവറിംഗ് ഒക്കെ വരുന്നുണ്ട്. ഒരു സ്പോഞ്ചി ടൈപ്പ് മെറ്റീരിയൽ ആണ്. പിന്നെ ബോണറ്റിന്റെ സ്ട്രെങ്ത് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. മെറ്റീരിയൽ ക്വാളിറ്റികളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ടൊയോട്ടയുടെ ഒരു വണ്ടി ഓപ്പൺ ചെയ്യുന്ന ആ ഒരു ഫീൽ ഒക്കെ ഉണ്ട്. കാരണം ആ ഒരു ഫ്രണ്ടിൽ നിന്നുള്ള ലുക്കും മിക്കവാറും ഇത് ടൊയോട്ട ആയിട്ട് കമ്പൈൻ ചെയ്ത് ഇറക്കാനൊക്കെ ആയിട്ടായിരിക്കണം. CNGയുടെ വയറിംഗ് കിറ്റുകളും അതുപോലെ മറ്റേ എഞ്ചിന്റെ വയറിങ്ങുകളും എല്ലാം വളരെ നീറ്റായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു എഞ്ചിൻ റൂമാണ്. 3 സിലിണ്ടറിലോട്ട് വന്നുകൊണ്ട് തന്നെ വളരെ സ്പേസ് ഉണ്ട്. എഞ്ചിൻ റൂം വളരെ ചെറുതായിട്ടുണ്ട്. അതായത് വീഡിയോയിൽ ആദ്യം തന്നെ ഞാൻ പറഞ്ഞ ഇത് ബേസ് വേരിയന്റ് ആണ്, ടാക്സി പർപ്പസിന് വേണ്ടിയിട്ടാണ്. പക്ഷെ നമുക്ക് ഇവിടെ കിട്ടുന്നത് ബോഡി കളേർഡ് മിററാണ്. ഇത് നമ്മൾ ചെയ്തെടുത്താണ്, എക്സ്ട്രാ സർവീസ് സെന്ററിൽ നിന്ന് ചെയ്തെടുക്കുന്നതാണ്. നിങ്ങൾക്ക് അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് യഥാർത്ഥത്തിൽ കിട്ടുക ഇതൊരു ബ്ലാക്ക് ഫിനിഷിലുള്ള ഒരു മിററാണ് കിട്ടുന്നത്. അതുപോലെ ഈ ഡോറിന്റെ ഹാൻഡിൽ അതാണെങ്കിലും ബ്ലാക്ക് ഫിനിഷിലാണ് കിട്ടുക. പക്ഷെ നമ്മളിവിടെ അതൊരു ക്രോം ഫിനിഷിൽ എടുത്തിരിക്കുന്നതാണ്. അതുപോലെ ഡോറിന്റെ ആ ഗ്ലാസ് പൊങ്ങുന്ന ആ സൈഡിലുള്ള ഒരു ഇത് ലൈനിങ് അതും ക്രോം ഫിനിഷിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതങ്ങ് ബാക്ക് വരെ ഉണ്ട്, ബാക്കിലും വരുന്നുണ്ട്. അപ്പൊ അതൊരു നല്ലൊരു രസമാണ്. ആ ഒരു ഡുവൽ ടോൺ ആക്കി എടുത്തതാണ് ബി പില്ലർ. നമ്മൾ ബി പില്ലർ വൈറ്റിൽ തന്നെയാണ് വരുന്നത്, പക്ഷെ നമ്മളത് ബ്ലാക്ക് ആക്കി എടുത്തതാണ്. അപ്പൊ ഷോറൂമിൽ നിന്ന് ചെറിയ രീതിയിലുള്ള ഫിനിഷിംഗ് ഒക്കെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെയാണ് ഇൻഡിക്കേറ്റർ വരുന്നത്. പിന്നെ ടയറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 14 ഇഞ്ചിന്റെ ടയേഴ്സ് ആണ് വരുന്നത്. C8ന്റെ ടയറാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ ഇതിന്റെ അലോയ് നമ്മൾ അലോയ് അല്ല, ഇത് ജസ്റ്റ് ശരിക്കും പറഞ്ഞാൽ നോർമൽ ഡ്രം തന്നെയാണ് വരുന്നത്. ആ നോർമൽ ഡ്രം നമ്മൾ ജസ്റ്റ് ബ്ലാക്ക് പെയിന്റ് അടിച്ചെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ അതിന്റെ വീൽ കപ്പ് നോക്കുകയാണെങ്കിൽ അതും ഒരു പിയാനോ ബ്ലാക്കിലുള്ള വീൽ കപ്പാണ്. അത് നമ്മൾ ആക്കിയെടുത്തത് തന്നെ. ഇതെല്ലാം എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് എടുത്തതാണ്. രണ്ട് ബമ്പർ സൈഡിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് അടിയിലായിട്ട് നമുക്കൊരു ഫോഗ് ലാമ്പിന്റെ ഓപ്ഷൻ തരുന്നുണ്ട്. ഫോഗ് ലാമ്പ് ഇല്ല, വളരെ ചെറിയൊരു ഫോഗ് ലാമ്പ് വെക്കാനുള്ള ഒരു ഓപ്ഷൻ തരുന്നുണ്ട്. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് യൂണിറ്റിന്റെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ പ്രൊജക്ടർ ടൈപ്പ് ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. പക്ഷെ ഹാലജൻ ആണ്, LED ഒന്നും അല്ല വരുന്നത്. ബേസ് വേരിയന്റുകളിലൊക്കെ LED കിട്ടുന്നില്ല, അത് ഹാലജൻ ആണ് വരുന്നത്. അതെന്തായാലും ഒരു പോരായ്മയാണ്, LED കൊടുക്കായിരുന്നു. പിന്നെ സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് രണ്ട് സൈഡിലും വരുന്നത്. ഒരു പിയാനോ ബ്ലാക്ക് ഫ്രെയിമിൽ സുസുക്കിയുടെ ഒരു ലോഗോ, അത് ആ ഹെഡ്ലൈറ്റിനോട് ചേർന്ന് വരുമ്പോൾ വളരെ ഭംഗിയുണ്ട്. പിന്നെ ഗ്രില്ല് വരുന്നത് വളരെ വലിയൊരു ഗ്രില്ലാണ്, അത്യാവശ്യം വലിപ്പമുള്ള നല്ല ആ ഒരു ഗ്രില്ല് വരുന്നുണ്ട്. ഗ്രില്ലിന് അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരുതരം എല്ലാം പ്ലാസ്റ്റിക് മെറ്റീരിയൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ ആ ഹെഡ്ലൈറ്റ് യൂണിറ്റ് ഒക്കെ വരുമ്പോൾ ആ ഒരു ടൊയോട്ടയുടെ വണ്ടിയുടെ ഒരു ഹെഡ്ലൈറ്റ് രീതിയൊക്കെ വരുന്നുണ്ട്. ഏകദേശം ആ ഒരു രീതി തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ റിയർ സൈഡിലോട്ട് വരികയാണെങ്കിൽ ഒരു ചെറിയ സ്പോയിലർ പോലെ തന്നെ ആ ഒരു ഡെക്കി സ്പേസിൽ വന്നിട്ടുണ്ട്. പിന്നെ ബോണറ്റിന്റെ ഏരിയ കുറച്ച് കുറവാണ്, എന്നാലും അത്യാവശ്യം ഉണ്ട്. പിന്നെ ടെയിൽ ലാമ്പ് യൂണിറ്റ് വരികയാണെങ്കിൽ LED ആണ്. ടെയിൽ ലാമ്പിൽ റെഡ് മാത്രം LED ആണ്. ബാക്കി രണ്ടെണ്ണം വരുന്നത് ഹാലജൻ ബൾബുകളാണ് വരുന്നത്. അതായത് റിവേഴ്സും അതുപോലെ ഇൻഡിക്കേറ്ററും വരുന്ന ഹാലജൻ ടൈപ്പ് തന്നെയാണ് വരുന്നത്. പിന്നെ ബൂട്ടിന്റെ നോക്കുകയാണെങ്കിൽ സുസുക്കിയുടെ ഒരു ലോഗോ ഉണ്ട്. ആ ഒരു ബാക്കിലധികം വലിച്ചു കെട്ടലോ ഒരുപാട് ഡിസൈനുകളോ ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഏറ്റവും അടിയിലായിട്ട് പാർക്കിംഗ് സെൻസറും പിന്നെ നമ്പർ പ്ലേറ്റിന്റെ അവിടെയായിട്ട് ക്യാമറ സെൻസർ ഒക്കെയാണ് വരുന്നത്. എന്തായാലും ആ സുസുക്കി എന്ന് എഴുതിയതിന്റെ താഴെയുള്ള ആ ഒരു ബ്ലാക്ക് ഫ്രെയിം അതിൽ LED ഫ്രെയിമുകൾ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്, പക്ഷെ ഓപ്ഷനിലാണ്. പിന്നെ നമുക്ക് ഗ്ലാസ്സിലോട്ട് വരികയാണെങ്കിൽ ഡീഫോഗർ ബാക്കിൽ വരുന്നുണ്ട്. ബേസ് വേരിയന്റിൽ തന്നെ ഡീഫോഗർ കിട്ടുന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. പിന്നെ അതിന്റെ ഒരു LED യൂണിറ്റും വരുന്നുണ്ട്. ടെയിൽ ലാമ്പ് സെൻട്രലായിട്ട് വരുന്നുണ്ട്. ഇത് നമ്മൾ അഡീഷണൽ ആയി ചെയ്തിരിക്കുന്ന ഒരു ക്യാമറയാണ്. പിന്നെ ഇതിന്റെ അടിയിലൊരു മാഗ്നറ്റിക് ലോക്ക് വരുന്നുണ്ട്. ജസ്റ്റ് നമ്പർ പ്ലേറ്റിന്റെ അടിയിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ബൂട്ട് തുറക്കാൻ പറ്റും. ഇതാണ് CNG ടാങ്ക് വരുന്നത്. മൊത്തത്തിലുള്ളൊരു ബോട്ടിന്റെ സ്പേസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 382 ലിറ്റർ കപ്പാസിറ്റിയാണ് വന്നിരിക്കുന്നത്. മുൻ വർഷങ്ങളിലെ സ്വിഫ്റ്റിനെക്കാളും കുറച്ചും കൂടി ഒരു സ്പേസ് നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഈ ഒരു ടാങ്ക് ഇരിക്കുന്നത് കാരണം ഒരുപാട് ലഗേജുകളോ വലിയ ലഗേജുകളോ ഒന്നും വെക്കത്തില്ല, പക്ഷെ ചെറിയ ചെറിയ ലഗേജുകളൊക്കെ വെച്ച് കൊണ്ടുപോകുന്നതാണ്. 382 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി വരുന്ന ഒരു ബൂട്ടാണ് വരുന്നത്. CNG ടാങ്കിന്റെ കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ ഏകദേശം 55 ലിറ്റർ വെള്ളം കൊള്ളുന്ന അത്രയും കപ്പാസിറ്റി ഉള്ള ഒരു CNG ടാങ്ക് ആണ് വരുന്നത്. പിന്നെ അടിയിലോട്ട് വരികയാണെങ്കിൽ നമുക്കിവിടെ ഒരു സ്പെയർ വീല് കാണാൻ കഴിയുന്നുണ്ട്.
അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് പുറത്തുനിന്നുള്ള ഒരു ഓവറോൾ വ്യൂവും നിങ്ങളൊരു റോഡ് പ്രസൻസ് ഒക്കെ കണ്ടുകാണും. അത്യാവശ്യം റോഡ് പ്രസൻസ് ഒക്കെ ഉള്ള ഒരു വണ്ടിയാണ്. ഇനി നമുക്ക് അകത്തുനിന്നുള്ള ഒരു വ്യൂ നോക്കാം. അകത്ത് എന്തെല്ലാമാണ് വരുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊന്ന് കയറി ഇരുന്നിട്ടൊന്ന് നോക്കാം. അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടുള്ള ഇന്റീരിയർ ആണ് വരുന്നത്. ഡുവൽ ടോണിലാണ് ഇന്റീരിയർ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ സ്റ്റിക്കർ ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു ചെറിയ ഭാഗം. അവിടെ നമുക്ക് ക്രോം ഫിനിഷിംഗ് ആയിരിക്കും ഹയർ വേരിയന്റ് വരുന്നത്. പിന്നെ ഇവിടെ SRS എയർ ബാഗിന്റെ ഇത് വരുന്നത്. പുതിയ മോഡൽ AC കൺട്രോൾ വെന്റുകളൊക്കെയാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ കിട്ടുന്നത്. നേരെ സ്റ്റിയറിംഗ് നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു സുസുക്കി എന്ന് പറഞ്ഞ ലോഗോ ഉള്ള ഒരു ഡി കട്ട് സ്റ്റിയറിംഗ് ആണ് കിട്ടുന്നത്. പുതിയ മോഡൽ സ്റ്റിയറിംഗ് ഒക്കെയാണ് കിട്ടുന്നത്. അതുപോലെ സൈഡ് നോക്കുകയാണെങ്കിൽ വൈപ്പറിന്റെ കൺട്രോളും ലൈറ്റിന്റെ കൺട്രോളും ഒക്കെയാണ് വരുന്നത്. പിന്നെ ഇവിടെ ട്രാക്ഷൻ കൺട്രോളിന്റെ സ്വിച്ചുകളാണ് വരുന്നത്. ഇവിടെ അഡീഷണൽ സ്വിച്ചുകൾ ആഡ് ചെയ്യാം. അതുപോലെ CNG വേണോ പെട്രോൾ വേണോ എന്നുള്ള ഫ്യൂവൽ സെലക്ഷൻ, ലൈറ്റിന്റെ കൺട്രോള്, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നത് പെട്രോൾ ലിഡിന്റെ ഓപ്പണർ, അതുപോലെ ബോണറ്റിന്റെ ഓപ്പണർ ഒക്കെയാണ് നമുക്ക് ഈ ഒരു അടിവശത്തായിട്ട് കിട്ടുന്നത്. അതെല്ലാം സെയിം തന്നെയാണ് വരുന്നത്. ട്രാക്ഷൻ കൺട്രോൾ വരുന്നുള്ളൂ എന്നുള്ളത് ഒരു വളരെ നല്ല കാര്യം തന്നെ ബേസ് വേരിയന്റിൽ തന്നെ. അതുപോലെ സ്റ്റിയറിംഗ് വീലിക്കാണെങ്കിലും അടിപൊളി തന്നെയാണ്. നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ നമുക്ക് ലെങ്ത് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. താഴോട്ടും മുകളിലോട്ടും ആക്കി നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ അതൊക്കെ നല്ല കാര്യം തന്നെ. അപ്പം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റിയറിംഗ് വീലിക്കാണ് നമുക്ക് മാരുതി തരുന്നത്. പിന്നെ ഇതിന്റെ ഇന്റീരിയറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ഒക്കെ വെച്ചിട്ടുണ്ട്. 9 ഇഞ്ചിന്റെ ഒരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ആണ്. യഥാർത്ഥത്തിൽ അതിന് അവിടെ ഒന്നുമില്ല, വെറും ജസ്റ്റ് പ്ലെയിൻ ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിന്റെ ഇതാണ് നമുക്ക് കിട്ടുന്നത് ആ ഇന്റീരിയറിന്റെ അവിടെ. പിന്നെ ഈ AC വെന്റുകളാണെങ്കിലും എല്ലാം തന്നെ ഒരു പുതിയ മോഡൽ AC വെന്റാണ് കിട്ടുന്നത്. അതുപോലെ ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഗ്ലോ ബോക്സ് ആണ് നമുക്ക് തരുന്നത്. അതെല്ലാം ഒരു വൈറ്റ് ടോണിലാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ആ ഗ്ലോ ബോക്സിന്റെ ഭാഗത്തേക്ക്. അപ്പൊ ചെളി പിടിക്കാതെ സൂക്ഷിക്കണം, ചെളിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇതാണ് ഞാൻ പറഞ്ഞ ടച്ച് സ്ക്രീൻ. ഇതൊരു 9 ഇഞ്ചിന്റെ ഒരു ലെനോവയുടെ ഒരു തിങ്ക് പാഡ് എന്ന് പറഞ്ഞ ഒരു ടച്ച് സ്ക്രീൻ എക്സ്ട്രാ നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. ഏകദേശം 10-12,000 രൂപ ആയിട്ടുണ്ട്. അതിലൂടെ റിവേഴ്സ് ക്യാമറയ്ക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറയില്ല, 360 ഒന്നുമില്ല. പറയാൻ നോർമൽ റിവേഴ്സ് ഇടുമ്പോൾ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു ക്യാമറ സെറ്റപ്പും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ ജസ്റ്റ് റിവേഴ്സ് ക്യാമറ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള റിവേഴ്സ് ക്യാമറയാണ്, കണ്ടോ ഇതൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് AC വെന്റ്, പുതിയ മോഡൽ ആയിട്ടുള്ള AC കൺട്രോൾ സിസ്റ്റം ആണ്. ഇത് മുകളിലോട്ടാക്കുമ്പോൾ കൂടുകയും താഴോട്ടാക്കുമ്പോൾ കുറയുകയും ചെയ്യും കാറ്റ്. അതുപോലെ റൈറ്റ് സൈഡിലെ ഇത് മുകളിലോട്ടാക്കുമ്പോൾ കൂളിംഗ് ആവുകയും താഴോട്ടാക്കുമ്പോൾ ഹീറ്റിംഗ് ആവുകയും ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെയാണ് വരുന്നത്. പിന്നെ താഴെ കുറെ ബട്ടൺസുകൾ വരുന്നുണ്ട്. എയർ ഫ്ലോയുടെ കൺട്രോളും AC ഓൺ ഓഫ്, അതുപോലെ തന്നെ റിയർ AC ആക്ടിവേഷൻ, അതുപോലെ ഫ്രണ്ട് AC ആക്ടിവേഷൻ, അങ്ങനെയൊക്കെ ബ്ലോവർ ഫാനിന്റെ സ്പീഡ് കുറയ്ക്കല്, അങ്ങനെയുള്ള സെറ്റിംഗ് ഒക്കെ അതിൽ വരുന്നുണ്ട്. പിന്നെ കോ പാസഞ്ചർ ഡ്രൈവർ സീറ്റിലോട്ട് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു സീറ്റാണ് വരുന്നത്. നല്ല രീതിയിൽ തൈ സപ്പോർട്ടും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സീറ്റ് തന്നെയാണ് വരുന്നത്. നല്ല സുഖമായിട്ട് ലോങ് ഡ്രൈവ് പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇരിക്കാം. ഞാൻ ഏകദേശം 6D ഉള്ള ഒരാളാണ്. അപ്പൊ എനിക്ക് നല്ല കംഫർട്ട് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. സീറ്റ് ഫ്രണ്ടിലോട്ട് ഫുള്ള് കയറ്റി ഇട്ടാൽ പോലും എനിക്ക് നല്ല രീതിയിൽ ഓടിക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ ഒരു സെൻട്രൽ കൺസോളിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ നമുക്കൊരു ചെറിയ സ്പേസ് ഉണ്ട്. അവിടെ നമുക്ക് പേഴ്സോ കാർഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാം. പിന്നെ ഗിയർ നോബ് നോക്കുകയാണെങ്കിൽ ഇത് ഒറിജിനൽ അല്ല, നമ്മൾ എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് ചെയ്തതാണ്. 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. പിന്നെ 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഫോൺ വെക്കുന്ന ചെറിയൊരു സ്പേസ് വരുന്നുണ്ട്. പിന്നെ ഒരു 12 വാട്ടിന്റെ 2 അഡാപ്റ്റർ എടുക്കാൻ പറ്റുന്ന ഒരു ഹോൾ വരുന്നുണ്ട്. അതിൽ ഒരെണ്ണത്തിൽ മാത്രമേ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളൂ. ഒരെണ്ണം ജസ്റ്റ് പ്ലാസ്റ്റിക് കവേഴ്സ് വെച്ച് മൂടിയിരിക്കുകയാണ്. പിന്നെ ഡോറിന്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഹെവി മെറ്റീരിയലാണ് ഡോർ സൈഡ് വന്നിരിക്കുന്നത്. പക്ഷേ അതിന്റെ സൈഡിലുള്ള പാഡിങ് എല്ലാം വന്നിരിക്കുന്നത് എല്ലാം പ്ലാസ്റ്റിക് മെറ്റീരിയൽ തന്നെയാണ്. ആ ഒരു ടിപ്പിക്കൽ പ്ലാസ്റ്റിക് മെറ്റീരിയൽ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു സൈഡിൽ മാത്രം നമുക്കൊരു ചെറിയ ഒരു തുണി അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് മെറ്റീരിയൽ വന്നിട്ടുണ്ട്. പിന്നെ സ്വിച്ചുകൾ നോക്കുകയാണെങ്കിൽ വിൻഡോസിന്റെ 4 കൺട്രോൾ സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ ഒരു ഓട്ടോ വിൻഡോയുടെ സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ ലോക്ക് അൺലോക്ക് ബട്ടൺ ഒക്കെയാണ് വരുന്നത്. ഇത്രയാണ് ഡോറിൽ വരുന്നത്. പിന്നെ ഏകദേശം കുറച്ച് 2-3 ബോട്ടിൽസ് ഒക്കെ വെക്കാനുള്ള ബോട്ടിൽ ഹോൾഡേഴ്സ്, ഒരു സ്പീക്കർ, ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ഡോറിന്റെ സൈഡിൽ നിന്ന് കിട്ടുന്നത്. ഇത് 4 ഡോറിനും ഏകദേശം സെയിം തന്നെയാണ്. 4 ഡോറും പവർ വിൻഡോ ആണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. ബാക്കിൽ മാത്രം ഓരോ പവർ വിൻഡോസ് വെച്ചാണ് വരുന്നത്. പിന്നെ ഇതാണ് ഇതിന്റെ ഒരു സീറ്റിന്റെ ഒരു സ്പേസ് ഞാൻ കാണിച്ചു തരാം. ഞാനിത് സീറ്റ് ഫുള്ള് വലിച്ചിട്ടിരിക്കുകയാണ്. ഞാൻ ഏകദേശം 6 അടി ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞു. ഇനി ബാക്കിൽ എനിക്ക് ഇരിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. കാരണം എനിക്ക് ഇരിക്കാൻ പറ്റുമെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും നല്ല സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. കാരണം എന്റെ അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള കാലാണ്. ഇത്ര നീളത്തിലുള്ള കാലായിട്ട് പോലും എനിക്ക് ബാക്കിൽ അത്യാവശ്യം ഇരിക്കുന്നുണ്ട്. അതുപോലെ ബാക്കിലെ ഹെഡ് ആണെങ്കിലും മുട്ടുന്നൊന്നുമില്ല. 3-4 പേരിൽ ഗ്യാപ്പ് ഇനിയും ഉണ്ട്. അപ്പൊ ഞാനിപ്പോ സീറ്റ് മാക്സിമം ഇട്ടിരിക്കുകയാണ്. കാരണം അത്ര എന്തായാലും ഇടേണ്ട ഒരു ആവശ്യമില്ല. എത്ര വലിയ ആൾക്കാരാണെങ്കിലും ഡ്രൈവ് ചെയ്യാൻ നല്ല സുഖമായിട്ട് ഇത്രയും വലിച്ചിടണ്ട. പക്ഷെ എന്നിട്ട് പോലും എനിക്ക് ബാക്കിൽ ഇരിക്കാം, നല്ല സുഖമായിട്ട് ഇരിക്കാം. ബാക്കിലെ ഡോർ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ലോക്ക് അൺലോക്ക് ബട്ടൺ, പിന്നെ ഒരു ഗ്ലാസ്
ഗ്ലാസ്, അപ്പ് ആൻഡ് ഡൗൺ വിൻഡോ, ഇത് മാത്രമാണ് വരുന്നത്. പിന്നെ ബാക്കിലെ ലെതർ ഒന്നുമില്ല, ഫുള്ളി പ്ലാസ്റ്റിക് ആണ് വരുന്നത്, ആ ഒരു തുണി ടൈപ്പ് ഒന്നും വരുന്നില്ല. അതുപോലെ അടിയിൽ സ്പീക്കർ, പിന്നെ ഒരു ബോട്ടിൽ ഹോൾഡർ, 4 വിൻഡോസിനും ബോട്ടിൽ ഹോൾഡേഴ്സ് വരുന്നുണ്ട്. അപ്പൊ ഇതാണ് ബാക്കിലെ ഒരു ഒരു സ്ഥലം നോക്കുകയാണെങ്കിൽ 3 പേർക്ക് നല്ല സുഖമായിട്ടിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബാക്കാണ് വരുന്നത്. അതുപോലെ ആ എയർ ബാഗിന്റെ സപ്പോർട്ടിക്ക് വരുന്നുണ്ട്. ഇവിടെ ഇപ്പൊ വെയിൽ കുറവായതുകൊണ്ടാണ് നിങ്ങൾക്ക് ബ്ലാക്ക് കൂടുതലായിട്ട് തോന്നുന്നത്. അത്യാവശ്യം ഇതൊക്കെയാണ് ഓരോ ഓവറോൾ വ്യൂ വരുന്നത്. അപ്പൊ അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. പിന്നെ വൈബ്രേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വൈബ്രേഷൻ ചെറിയ രീതിയിൽ മാത്രമേ വൈബ്രേഷൻ ഉള്ളൂ. വൈബ്രേഷൻ കുറയ്ക്കാൻ വേണ്ടുന്ന എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും സുസുക്കി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു ടാക്സി പർപ്പസിന് എടുക്കാവുന്നവർക്ക് എല്ലാവർക്കും തന്നെ എടുക്കാവുന്ന ഒരു വണ്ടി തന്നെയാണ്. ആരും തന്നെ മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 4 സിലിണ്ടറിൽ നിന്ന് 3 സിലിണ്ടറിലോട്ട് വരുമ്പോൾ 4 സിലിണ്ടർ വെച്ച് നോക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു വൈബ്രേഷൻ ഉണ്ടാവുന്നല്ലാതെ അത് പക്ഷെ നമുക്ക് ഓടിക്കുമ്പോഴോ റണ്ണിങ് കണ്ടീഷനിലോ ഒന്നും തന്നെ മനസ്സിലാകത്തില്ല. ജസ്റ്റ് ബോണറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ചെറുതായിട്ട് മനസ്സിലാവുള്ളൂ. പക്ഷെ അത് കാര്യമായിട്ടൊന്നും മനസ്സിലാവില്ല. ഇതാണ് ഇതിന്റെ മീറ്റർ കൺസോൾ വരുന്നത്. മീറ്റർ കൺസോൾ കാണിക്കാനായിട്ട് നേരത്തെ വിട്ടുപോയിരുന്നു. ഇപ്രാവശ്യം നമുക്ക് ഇതിലെ വാട്ടർ ലെവൽ ഇൻഡിക്കേറ്ററും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള സീറ്റ് ബെൽറ്റ്, അലാറം, ഇതുപോലെ എഞ്ചിൻ വാണിംഗ് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഇതെല്ലാം പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് വരുന്നത്. ഇതിന്റെ ഉള്ളിലുള്ള എല്ലാം കൂടുതലും പ്ലാസ്റ്റിക് മെറ്റീരിയൽ തന്നെയാണ് വരുന്നത്. ആ ഒരു രീതിയിലാണ് ഇതിന്റെ സെറ്റപ്പുകളൊക്കെ വരുന്നത്. ഇത്രയാണ് ഇതിന്റെ ഉള്ളിലുള്ള ഇന്റീരിയർ വർക്കിംഗ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളിത് ടാക്സി പർപ്പസിനാണെങ്കിൽ നിങ്ങൾക്ക് ഈ ആൻഡ്രോയിഡ് സിസ്റ്റം ഒന്നും കിട്ടില്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കിട്ടുള്ളൂ. എക്സ്ട്രാ നമ്മളെ ആക്സസറീസ് ആയിട്ട് നമ്മളിത് ചെയ്തെടുക്കേണ്ടതാണ്. ഈ ആൻഡ്രോയിഡ് സിസ്റ്റം, അങ്ങനെയുള്ള ക്യാമറ, അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ ചെയ്തെടുക്കണം. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് ടൂറസ് CNGനെ കുറിച്ച് പറയാനുള്ളത്. അത്യാവശ്യം എല്ലാ ഏരിയകളിലും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഏരിയകളിൽ കവർ ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ ഇതിന്റെ പ്രൈസ് ആൻഡ് മൈലേജിനെ പറ്റി പറയുകയാണെങ്കിൽ വില വരുന്ന ഏകദേശം 8.5 ലക്ഷം രൂപയാണ്. ടാക്സി, ഇൻഷുറൻസ് എല്ലാം കൂടി കൂട്ടിയിട്ട് വരുമ്പോൾ ഓൺ റോഡ് പ്രൈസ് 8.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് വണ്ടി ഇറക്കാവുന്നതാണ്. അതുപോലെ പുതിയ GST നിയമം വരുമ്പോൾ അതിന്റെ വില കുറവ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. മിക്കവാറും ഒരു 8 ലക്ഷം രൂപ ആ റേഞ്ചിലായിരിക്കും വരിക. എക്സ്ട്രാ ആക്സസറീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു 10,20,000 രൂപയുടെ എക്സ്ട്രാ ആക്സസറീസും കൂടി ചെയ്യേണ്ടി വരും. അപ്പോൾ പുതിയ നിരക്ക് പ്രകാരം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പുതിയ നിരക്ക് എത്രയാണെന്നുള്ളത് കൺഫേം ആയിട്ടില്ല. അതുപോലെ തന്നെ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമന്റായി രേഖപ്പെടുത്തുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ബൈ.